മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡിമാൻഡ് ഫംഗ്ഷനും സപ്ലൈ ഫംഗ്ഷനും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ്. ഡിമാൻഡ് ഫംഗ്ഷൻ P is equal to 80 minus 3x, സപ്ലൈ ഫംഗ്ഷൻ P is equal to 2x plus 20. നമുക്കറിയാം ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ. സോ 80 minus 3x is equal to 2x plus 20. നമ്മളിതൊന്ന് റീഅറേഞ്ച് ചെയ്യാണ് ഇവിടെ. അപ്പോൾ ആദ്യം റീഅറേഞ്ച് ചെയ്യുമ്പോൾ എക്സിനോട് ഒരു സൈഡിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ -3x, ഇവിടെ 2x ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ 2xന്റെ സൈൻ എന്താണ്? പോസിറ്റീവാണ്. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് ആവും. -3x -2x ഈക്വൽ ടു ഇവിടെ 20 പോസിറ്റീവ് തന്നെ. ഇവിടെ 80യുടെ സൈൻ പോസിറ്റീവാണ്, ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ്. അപ്പോൾ -80 -3x -2x എന്ന് പറയുന്നത് എത്രയാണ്? നമുക്കറിയാം രണ്ട് സ്ഥലത്തും നെഗറ്റീവ് സൈൻ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് നെഗറ്റീവ് സൈൻ ഇടണം. അപ്പോൾ -5x. 20 -80 എന്ന് പറയുന്നത് -60. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -5x ഈക്വൽ ടു -60. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആണ്, നെഗറ്റീവ് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? നെഗറ്റീവ് കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. നമുക്കറിയാം -5x ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് 5 ഉണ്ട് അല്ലേ? 5ഉം 60. അപ്പോൾ -5 ദെൻ -60 -5 കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നെഗറ്റീവ് കൊണ്ട് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? -60 ഡിവൈഡഡ് ബൈ -5 എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. അപ്പം നമുക്കിനി ഈസിയാണ്. നമ്മൾ ഈ എക്സിൻ്റെ വാല്യൂ ഇക്വേഷനിലോട്ട് ഡിമാൻഡ് ഫംഗ്ഷനിലും സപ്ലൈ ഫംഗ്ഷനിലും നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ 80 -3 ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതണം? 12 എഴുതണം. അപ്പോൾ 12, അതായത് 80 മൈനസ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം? 3 × 12 എത്രയാണ്? 36. അപ്പോൾ 80 - 36 എന്ന് പറയുന്നത് 44. സി നമ്മൾ P is equal to 2x ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 12 ആഡ് ചെയ്തു പ്ലസ് 20. 2 × 12 എത്രയാണ്? 24. 24 + 20 എന്ന് പറയുന്നത് 44. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റ് ഇക്വിലിബ്രിയം.